ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ പ്രവൃത്തി നീ ദൈവത്തെ തന്നെ നിൻ്റെ ശത്രുവാക്കുന്ന തരത്തിലാണോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നിൻ്റെ ചുറ്റും നിൽക്കുന്നവർ പല രീതിയിലുള്ള ദുരുപദേശങ്ങൾ നിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നു തരും. ആ രീതി പോയത് അവൻ ചെയ്തത് ശരിയായില്ല, ആ രീതിയാണ് അവൻ അങ്ങനെ കാണിച്ചത്, മറ്റൊരു തരത്തിൽ നീ ശ്രദ്ധിച്ചു നോക്ക്, മറ്റൊരു വചനം എടുത്തു നോക്ക്. ഇങ്ങനെയുള്ള തെറ്റായ വചന രീതികൾ നിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് നിൻ്റെ ചിന്താബോധത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ശൈലി. ദൈവവചനത്തിൽ നീ ശ്രദ്ധിച്ചിട്ടില്ലേ? യേശുക്രിസ്തു പറയുന്നു, ഫരിസേയരുടെ പുളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് പുളിമാവ് തന്നെയാണോ എന്ന് നീ ആലോചിച്ചു നോക്ക്. അപ്പോൾ നിനക്ക് മനസ്സിലാകും ഫരിസേയരുടെ പുളിമാവാണോ അതോ ഞാൻ കാണുന്നതും കേൾക്കുന്നതും ശരിയായ അർത്ഥത്തിൽ തന്നെയാണോ എന്ന്. മറ്റൊരു വചനത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു മനോഭാവത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൂക്ക എഴുതിയ സുവിശേഷം അതിൻ്റെ 22-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഭണ്ഡാരമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായില്ല. അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭണ്ഡാരവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ട് എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു, എന്നത് പൂർത്തിയാകേണ്ടതാണ്. അവർ പറഞ്ഞു, കർത്താവേ, ഇവിടെ 2 വാളുണ്ട്. അവർ പറഞ്ഞു, മതി. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ആദ്യം സുവിശേഷ വേലയ്ക്ക് അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവോ പ്രശ്നമോ പ്രയാസമോ ദുഃഖമോ ദുരിതമോ ഉണ്ടായിരുന്നു? നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒന്നും അയച്ചിട്ടുണ്ടായില്ല. ചെരുപ്പോ സഞ്ചിയോ ഭണ്ഡാരമോ വാളോ ഒന്നും തന്നെ അയച്ചിട്ടുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ സമയമെടുത്തിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭണ്ഡാരം തുകല് എല്ലാം സകലതും എടുത്ത് വിറ്റ് നിങ്ങൾ വാളെടുക്കുവിൻ. എന്നാൽ ശിഷ്യന്മാർ അത് മനസ്സിലാക്കിയത് ഭൗതികമായിട്ടുള്ള തരത്തിലായിരുന്നു. അവർ പറഞ്ഞു, അപ്പം തന്നെ പറഞ്ഞു, ഇവിടെ കർത്താവ് 2 വാളുണ്ട്. അവരുടെ ഹൃദയ വിചാരത്തിലേക്ക് അത് കയറിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ യേശുക്രിസ്തു പറഞ്ഞു, മതി. അവർ ഭൗതികമായ രീതിയിലുള്ള വസ്തുവിനെ അവർ ചിന്തിക്കുന്നത് കൊണ്ട് അവൻ അതിനെ അവിടെ ആ ഒരു ചിന്തയെ തന്നെ അവിടെ നിർത്തി. യേശുക്രിസ്തു ഒരിക്കലും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അത് ഭൗതികമായ രീതിയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലോ ഉള്ള ഒരു രീതിയിലല്ല സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ വാൾ വാങ്ങുക എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടത് ഭൗതികമായ തരത്തിൽ കയ്യിൽ പിടിച്ച് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റുള്ളവനെ വെട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള ചെടിയോ അല്ലെങ്കിൽ മറ്റുള്ള പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ എല്ലാം കീറി മുറിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വസ്തുവിനെ അല്ല അവിടെ യേശുക്രിസ്തു ഉപമിക്കുന്നത്. ഞാൻ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന തരത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഞാൻ നിങ്ങളോട് വചനം പറയുകയാണെങ്കിൽ, യേശുക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിലാണ് നിത്യജീവൻ ഉണ്ടാകുന്നത്. അതായത് അപ്പോൾ ഫരിസേയർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ എങ്ങനെയാണ് അവൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുന്നതെന്ന്. അപ്പോൾ ഒരിക്കലും യേശുക്രിസ്തു സംസാരിക്കുന്നത് ഭൗതികമായ വിഷയങ്ങളെപ്പറ്റിയോ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളെപ്പറ്റിയല്ല. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിനെ പിടിക്കാൻ വേണ്ടി അവസാന ചുംബനം കൊടുത്ത് യൂദാസ് അവനെ ഒറ്റിക്കൊടുക്കുമ്പോൾ പത്രോസ് അവൻ്റെ ഉറയിലുണ്ടായിരുന്ന വാൾ ഊരി പ്രധാന സേവകൻ്റെ ചെവി ഛേദിക്കുന്നു. പത്രോസിനോട് അപ്പോൾ തന്നെ യേശുക്രിസ്തു പറഞ്ഞു, പത്രോസെ, വാളെടുത്ത് നീ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ നശിക്കും. അതായത് ഒരിക്കലും വാളുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒരിക്കലും നീ ചെയ്യുന്ന അല്ലെങ്കിൽ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തിന്മ കൊണ്ട് അല്ലെങ്കിൽ നിന്നെ എതിർക്കാൻ ഉദ്ദേശിക്കുന്ന തിന്മ കൊണ്ട് തന്നെ നീ അതിനെ പ്രതിരോധിക്കാൻ നിൽക്കരുത്, അതിനെ എതിർക്കാൻ നിൽക്കരുത്. കാരണം യേശുക്രിസ്തു പറയുന്നുണ്ട്, നീ എന്തുകൊണ്ടാണോ അതിനെ എതിർക്കാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നീ അവിടെ നശിക്കപ്പെടും. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. നിന്റെ ആയുധം വാളാണെങ്കിൽ, നിന്റെ ആയുധം നാക്കാണെങ്കിൽ, നിന്റെ ആയുധം തെറ്റായ ഒരു പ്രചരണമാണെങ്കിൽ, മറ്റുള്ളവനെ നശിപ്പിക്കണമെന്ന് നീ മനസ്സിൽ കരുതിക്കൂട്ടിയ നിന്റെ പ്ലാൻ ആണെങ്കിൽ, ആ പ്ലാൻ തന്നെ നിനക്കെതിരായി നിന്നെ കുതികാലിൽ കടിക്കുന്ന തരത്തിൽ, നിന്നെ വാരിക്കുഴിയിൽ വീഴ്ത്തുന്ന തരത്തിൽ ആ പ്ലാൻ തന്നെ നിനക്കെതിരായി മാറുമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടു, ജോൺ ജബരാജ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജോൺ ജബരാജ് എന്നല്ല, ഏതൊരു സുവിശേഷകനും ഏതൊരു വൈദികനും ഏതൊരു സന്യസ്തനും അല്ലെങ്കിൽ ഏതൊരു സുവിശേഷം പ്രസംഗിക്കുന്ന, ദൈവവചനം സത്യവചനം പ്രസംഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും പല തരത്തിൽ
ഒരു വ്യക്തിയുടെ ഉദാഹരണമാണ് ഞാൻ ഒരു പോക്സോ കേസിലൂടെ ഞാൻ കാണിച്ചു തന്നത്. അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്ത് ഒരുവനെ അപമാനിക്കപ്പെടുന്ന രീതിയിൽ നടത്തപ്പെട്ട ഒരു സാഹചര്യം. എന്നാൽ ഏതൊരു സാഹചര്യം വരുമ്പോഴും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവവചനത്തിലൂടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത്. എൻ്റെ ഇടവും വലവും നിന്ന, അല്ലെങ്കിൽ എൻ്റെ അവസാനം വരെ എൻ്റെ ഇടതും വലതും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ പലരും നിന്നെ വിട്ട് അകന്ന് അവർ പിന്നിൽ നിന്ന് കുത്തുന്ന അവസ്ഥ. ഞാൻ നേരത്തെ ഒരു സിനിമയുടെ ഒരു കഥ പറഞ്ഞു. ബാഹുബലി എന്നൊരു പറയുന്ന രാജാവിനെ അവൻ്റെ സേവകനായ കട്ടപ്പ എന്ന് പറയുന്ന വ്യക്തി അതേ രാജ്യത്തിൽ തന്നെയുള്ള പൽവാൾ ദേവൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ വാക്ക് കേട്ട് ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്നു. തൻ്റെ പിതാവിനേക്കാൾ വലിയ സ്ഥാനം, അല്ലെങ്കിൽ രാജാവായിട്ടിരിക്കുന്ന വ്യക്തി തൻ്റെ അടിമയായിട്ടിരിക്കുന്ന വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന വലിയ സ്വാതന്ത്ര്യത്തെ അവൻ മുതലെടുക്കുന്നു. ഇതേ രീതി തന്നെയാണ് പല സാഹചര്യങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും. എന്നാൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇതെല്ലാം കാണുമ്പോൾ യേശുക്രിസ്തു പറയുന്ന പല പ്രവചനങ്ങളും അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. പലപ്പോഴും ഈ ഒരു വേർഡ് പലർക്കും കണക്റ്റ് ആവാത്തൊരു കാര്യമാണ് കിംവദന്തി. എന്താണ് കിംവദന്തി? മറ്റൊരു രാജ്യത്തിൽ എന്തോ സംഭവിച്ചു എന്ന് ഇവിടെ പറയപ്പെടുന്നു. അവിടെ സംഭവിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ആ ഒരു കാര്യം ഇവിടെ കേട്ടിട്ട് അതിനെ റിസീവ് ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചേക്കും, പക്ഷേ സംഭവിച്ചിട്ടില്ല. അവിടെ നടന്നു എന്ന് പറയപ്പെടുന്നു, സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടെ സംഭവിച്ചതായിട്ട് പറയപ്പെടുന്നു. അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും. തുടർന്ന് വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. എന്നാൽ യേശുക്രിസ്തു പറയുക, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ആരംഭം മാത്രമാണ്. പ്രിയ ദൈവപൈതലേ, പല രാജ്യങ്ങൾക്കെതിരായും ദേശങ്ങൾക്കെതിരായും പല മിനിസ്ട്രികൾക്കകത്തുള്ള മിനിസ്ട്രികൾക്കെതിരായും യുദ്ധം ചെയ്യുന്ന തരത്തിൽ പല രീതിയിലുള്ള പ്രവചനങ്ങൾ പൂർത്തിയാകുന്ന തരത്തിൽ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രവചന പ്രകാരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ വരവടുത്തു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രവചനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസി, നിൻ്റെ വിശ്വാസം നഷ്ടപ്പെടാത്ത വിധത്തിൽ നീ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ചരിക്കുക. ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നീ ചരിച്ചാൽ യേശുക്രിസ്തു നിന്നെ സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത്തിലേക്ക് നിന്നെ വിട്ടയക്കും. എന്നാൽ ഈ പറയപ്പെടുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ മിനിസ്ട്രി, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ കൾട്ട് ഗ്രൂപ്പുകളിലേക്ക് നീ കടന്നു പോയാൽ നിൻ്റെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ നീ നിൻ്റെ പ്രവൃത്തികൾ യേശുക്രിസ്തുവിനെ, അല്ലെങ്കിൽ ദൈവത്തെ തന്നെ നിൻ്റെ മുൻപിൽ ശത്രുവാക്കുന്ന തരത്തിലുള്ളതായി മാറുന്ന തരത്തിലേക്ക് പല രീതിയിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. വചനം ഇപ്രകാരമാണ് പറയുന്നത്: അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരായിരിക്കുവിൻ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ സ്വർഗീയ ഇടങ്ങളിൽ, നമ്മുടെ മിനിസ്ട്രിയിലുള്ളവരുടെ ഇടയിൽ പോലുമുള്ള കയറിക്കൂടിയ അന്ധകാര ശക്തികൾക്ക് എതിരെയായിട്ടാണ് നമ്മൾ പടപൊരുതേണ്ടതായിട്ട് വരുന്നത്. നമ്മൾ പലപ്പോഴും തോന്നും, എൻ്റെ മിനിസ്ട്രിയിൽ ഇങ്ങനെ ഇല്ലല്ലോ, എൻ്റെ മിനിസ്ട്രി സുഖസുന്ദരമായിട്ട് ദൈവത്തെ ആരാധിച്ചു പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ
ഞാൻ ആരാധിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും ചിരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ ആ ഒരു മിനിസ്ട്രിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഈ ജോൺ ജബരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെയോ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്നതോ ഇപ്പോൾ കാണുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതുമായ പല സാമ്പത്തികമോ ശാരീരികമോ ലൈംഗികമായിട്ടുള്ള പല കേസുകൾ വന്നിട്ടുള്ള ഈ ഒരു മിനിസ്ട്രികളെല്ലാം പരിശോധിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഇങ്ങനെയൊന്നുമില്ലല്ലോ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവസാന കാലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ പോലും നിങ്ങളുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ പലപ്പോഴും വേദനാജനകമായി മാറുന്നുണ്ട്. ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത്, ഈ കൂടെ നിന്നവർ പോലും എങ്ങനെയാണ് ഇവർക്കിങ്ങനെ പിന്നിൽ നിന്ന് കുത്താൻ സാധിക്കുന്നതെന്ന്. എനിക്കറിയത്തില്ല ഇവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ, ഇവരുടെ ചിന്തകൾ എന്നു തുടങ്ങി എന്നുവരെ അവസാനിക്കുമെന്ന്. തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. ഇവിടെ 6 വിഷയങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതായത് സത്യം, നീതി, സമാധാനം, വിശ്വാസം, രക്ഷ, വചനം. ഇവയാകുന്ന സത്യം കൊണ്ട് അരമുറുക്കണം, നീതിയുടെ കവചം ധരിക്കണം, സമാധാനമാകുന്ന പാദരക്ഷ അണിയണം, വിശ്വാസമാകുന്ന പരിചയെടുക്കണം, രക്ഷയുടെ പടത്തൊപ്പി അണിയണം, വചനമാകുന്ന വാൾ. ഇതാ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭണ്ഡാരം വിട്ട്, നിങ്ങളുടെ തോല് വിറ്റ്, നിങ്ങളുടെ വസ്ത്രം വിറ്റ് നിങ്ങൾ വാൾ ധരിക്കുവിൻ, വാളെടുക്കുവിൻ. ഇതാ വചനമാകുന്ന വാളാണ് നീ അവിടെ എടുക്കേണ്ടത്. യേശുക്രിസ്തു നിൻ്റെ മുൻപിൽ നിനക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. ഇതാ തന്നെ ദ്രോഹിച്ചവരുടെ മുൻപിൽ, തന്നെ എതിർത്തവരുടെ മുൻപിൽ ഇതാ ഇവരോട് ക്ഷമിക്കുവിൻ എന്ന് പറയുന്നത് ഇതാ അതേ രീതി തന്നെ അപ്പോസ്തലന്മാരും കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ പ്രശ്നങ്ങളും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടെന്ന്? പലപ്പോഴും പുറമേ നിന്ന് ചിന്തിക്കുമ്പോൾ അവർ വചനം എടുക്കുന്നു, വായിക്കുന്നു, പ്രസംഗിക്കുന്നു, ദൈവത്തോട് ഹല്ലേലൂയ പറയിപ്പിക്കുന്നു, അങ്ങനെ പറയിപ്പിക്കുന്നു, ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു, കൈകൊട്ടുന്നു, പാട്ട് പാടിക്കുന്നു. ഇവർ വെറുതെ ഇരുന്ന് പണമുണ്ടാക്കുന്നു. പക്ഷേ ദൈവത്തെ ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ദൈവവിശ്വാസമില്ലാത്ത ഒരുവൻ്റെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് ദൈവമാകുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കുകയും അവൻ്റെ ഉള്ളിലേക്ക് വിശ്വാസത്തെ കൊണ്ടുവരികയും അവൻ്റെ ഉള്ളിലേക്ക് ദൈവവചനത്തെ നൽകുകയും ഇതാ ദൈവത്തോട് കൂടെയിരിക്കാൻ അവനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു നിസ്സാര കാര്യമല്ല. ദൈവവചനം പറയുന്നത് പോലെ കഷ്ടതയും പ്രശ്നവും പ്രതിസന്ധിയും എല്ലാം ഉണ്ടാകും. കൂടെ നിൽക്കുന്നവർ ചതിക്കുകയും ചെയ്യും. ഇതെല്ലാം മറികടന്നിട്ടാണ് ഇവർ പലതും നമുക്ക് വേണ്ടി നിസ്സാരമായ രീതിയിൽ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോസ്തലന്മാരെയും അല്ലെങ്കിൽ പ്രവാചകന്മാരെയും ശുശ്രൂഷകരെയും എല്ലാം പണ്ടുള്ള നീറോയുടെ കാലത്ത് അല്ലെങ്കിൽ ചക്രവർത്തിമാരുടെ കാലത്ത് അവർ ജയിലിലിട്ടു. എന്നാൽ അവർ ചിന്തിച്ചു, ഇതാ അവൻ്റെ കാര്യം അവിടെ അവസാനിച്ചു, അവൻ്റെ അവിടെ സുവിശേഷ പ്രഘോഷണം തീർന്നു. പൗലോസിനെയും പത്രോസിനെയും ഇതാ യാക്കോബിനെയും യോഹന്നാനും എല്ലാം ചതയ്ക്കുകയും ചതയ്ക്കുകയും അല്ലെങ്കിൽ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുമ്പോഴെല്ലാം അവർ അവിടെ വിജയിച്ചു എന്നാണ് കരുതുന്നത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ അവർ കാരാഗ്രഹ ലേഖനങ്ങൾ, പൗലോസ് പോലും 14ഓളം ലേഖനങ്ങൾ സഭയ്ക്ക് വേണ്ടി എഴുതിയപ്പോൾ ആ എഴുതിയ ലേഖനങ്ങളാണ് ഇന്ന് നമുക്ക് റെഫറൻസുകളായിട്ട് ബൈബിളിലുള്ളത്. ഇന്ന് നമ്മളെ വിശ്വാസത്തെ അടിയുറച്ച് നിർത്തുന്നതും അതേ ലേഖനങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇതുപോലുള്ള ദൈവദാസന്മാരെ നിങ്ങളുടെ സാമർഥ്യം മൂലം അല്ലെങ്കിൽ നിങ്ങൾ കുതികാല് വെട്ടുന്നത് മൂലം ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ തഴഞ്ഞു വീഴ്ത്തിയേക്കാം. പക്ഷേ അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് ഇതുപോലുള്ള ദൈവവചനത്തെ കൊണ്ടോ അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷകൾ കൊണ്ടോ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു നീതിമാൻ 7 തവണ വീണാലും അവനെ ദൈവം ഉയർത്തും. യേശുക്രിസ്തു പറഞ്ഞത് മറ്റൊരു തരത്തിൽ, എൻ്റെ സഹോദരനോട് 7 അല്ല 70 വട്ടം ക്ഷമിക്കുവിൻ എന്ന് പറഞ്ഞ യേശുക്രിസ്തു. നിൻ്റെ മുൻപിൽ പല ചോയ്സുകളും വരും. എന്നാൽ ദൈവത്തോട് നീ ആലോചന ചോദിച്ചിട്ട് നീ തീരുമാനമെടുക്കുക, ഞാൻ ഏത് പക്ഷത്ത് വേണം. ഇതാ നേരത്തെ കണ്ടതുപോലെ ഒരു ടീമിൻ്റെ പിന്നാലെ പോകണമോ അതോ
ദൈവവചനത്തെ അനുസരിക്കുകയും ദൈവവചനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവവചനത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന, സത്യത്തിലൂടെ നടക്കുന്ന വ്യക്തിയുടെ പിന്നാലെ പോകണമോ എന്നുള്ളത്. നിൻ്റെ മുൻപിൽ 2 ചോയ്സ് ഉണ്ട്. ഇതാ പ്രവചനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, ഇതാ കാലങ്ങളിലും ദേശങ്ങളിലും, ഇതാ ഈ സമയങ്ങളും എല്ലാം നീ എടുത്തു നോക്കിയാലും ഇതാ വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യുമെന്നുള്ള കാലത്തിൻ്റെ അടയാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ നിൻ്റെ വിശ്വാസം തണുത്തുറയപ്പെടാതെ ദൈവവചനത്തിലേക്ക് മുറുകെ പിടിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.